أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر. فصل لربك وانحر. إن شانئك هو الأبتر. സൂറത്തുൽ കൗസർ. കൗസർ എന്ന് പറഞ്ഞാൽ ധാരാളം, ഒരുപാട്. കസീറാണ് ധാരാളം. കൗസറിനർത്ഥം പറയാൻ മലയാളത്തിൻ്റെ ഒരു കസീറിൻ്റെ അതിലേറെ ഒരുപാട് എന്ന് പറയാം. ഒരുപാട് നന്മകൾ, ഒരുപാട് ഖൈറുകൾ. 100 കേട്ടില്ല. കസീർ, കൗസർ ധാരാളം. 108-ാമത്തെ അധ്യായമാണ്. 3 ആയത്താണുള്ളത്. ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമാണ്. മീം എന്ന അക്ഷരം ഇല്ലാത്ത അധ്യായമാണ്. ഫ എന്ന അക്ഷരം ഇല്ലാത്തൊരു അധ്യായം ഉണ്ട്. ഏതായിരുന്നു? ഫ എന്ന അക്ഷരം ഇല്ലാത്ത അധ്യായം. സൂറത്തുൽ ഫാത്തിഹ ആണ്. സൂറത്തുൽ ഫാത്തിഹയിൽ ഫ ഇല്ല. എൻ്റെ പേരിൽ മാത്രമേ ഉള്ളത് ഫ ഉള്ളൂ. ഓക്കെ. ഇന്ന നിശ്ചയമായും, ഇന്ന നിശ്ചയമായും നാം, അഅത നൽകി കൊടുത്തു, അഅതൈന നാം നൽകി, നാം നൽകി, ക നീ നിനക്ക്, അഅതൈനാക നിനക്ക് നാം നൽകി, ഇന്നാ അഅതൈനാക തീർച്ചയായും നിനക്ക് നാം നൽകി, അൽ കൗസർ ധാരാളം നന്മ. അതിൻ്റെ സീഗ മുബാലഗ എന്ന് പറയും. അതിൻ്റെ ആദ്യം ഏറ്റവും കസീർ എന്ന് പറഞ്ഞാൽ തന്നെ ധാരാളമാണ്. കൗസർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഒരുപാട് നന്മ. അത് വരും, പക്ഷെ അതിന് തരാം. ഇന്നാ അഅതൈനാകൽ കൗസർ തീർച്ചയായും നിനക്ക് നാം ധാരാളം നേട്ടം നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ അനുഗ്രഹം നൽകിയിരിക്കുന്നു. ഫസ്വല്ലി സ്വലാത്ത് നമസ്കാരം, സ്വല്ല നമസ്കരിച്ചു, യുസല്ലി നമസ്കരിക്കുന്നു, സ്വല്ലി നീ നമസ്കരിക്ക്, ഫസ്വല്ലി ആകയാൽ നീ നമസ്കരിക്ക്, റബ്ബുക നിന്റെ റബ്ബ്, ലി റബ്ബിക നിന്റെ റബ്ബിന് വേണ്ടി, നിന്റെ രക്ഷിതാവിന് വേണ്ടി. അവിടെ റബ്ബുക എന്നാണ് നിന്റെ റബ്ബ്. അവിടെ ലീ വന്നത് കൊണ്ടാണ് റബ്ബി എന്ന് വന്നത്. ഫസ്വല്ലി ലി റബ്ബിക ആകയാൽ നീ നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുകയും, വൻഹർ അറുക്കുകയും ചെയ്യുക, ബലി അറുക്കുകയും ചെയ്യുക. ഫസ്വല്ലി ലി റബ്ബിക വൻഹർ നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കുകയും ബലി അറുക്കുകയും ചെയ്യുക. ഇന്ന നിശ്ചയമായും, ഷാനി അക്ക നിന്നോട് ഈർഷ്യത കാണിക്കുന്നവർ. ഷാനി എന്ന് പറഞ്ഞാൽ ശത്രുത പുലർത്തുക എന്നാണ്. ഷനആൻ
ശത്രുത. അപ്പൊ ഇന്ന ഷാനി അക്ക, നിശ്ചയമായും നിന്നോട് ശത്രുത പുലർത്തുന്നവൻ, വെറുപ്പ് പുലർത്തുന്നവൻ, ഹുവ അവൻ തന്നെയാകുന്നു, അൽ അബ്തർ വാലറ്റവൻ, അല്ലെങ്കിൽ ഭാവി നഷ്ടപ്പെട്ടവൻ. ഷാനി എന്ന് പറഞ്ഞാൽ ശത്രുത പുലർത്തുക, വിദ്വേഷം പുലർത്തുക. ഷാനി ഉൻ ഹംസ. ഓക്കെ, നോക്കാം. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അഭിസംബോധനയാണിത്. നിശ്ചയമായും നിനക്ക് നാം ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ടാണെങ്കിൽ തന്നെയും നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളിലേക്കും നമ്മൾ നോക്കുക എന്നത് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നേർക്ക് നേരെ റസൂലുള്ളാഹി നബിയെ, നിനക്ക് നാം ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. അപ്പൊ അള്ളാഹു ഒരു ആശ്വാസം നൽകിക്കൊണ്ട്, അതല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിന് ഒരു ശക്തി പകർന്നുകൊണ്ട് വിഷമിക്കേണ്ടതില്ല എന്ന് ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു സൂറത്ത് കൂടിയാണിത് എന്ന് പറയാം. നിനക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നാം നൽകിയിട്ടുണ്ട്. അതിലൊന്ന് കൗസർ, കസീർ, ധാരാളം. ആ കൗസറിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഖൈറുൻ കസീർ, ധാരാളം നന്മ എന്നതാണ്. അതുകൊണ്ടാണ് അർത്ഥത്തിൽ നിനക്ക് നാം ധാരാളം നന്മ എന്ന് പറഞ്ഞു. മലയാളത്തിൽ നമ്മൾ പരിഭാഷയിൽ എഴുതുമ്പോൾ എഴുതുന്നത് കസീറുൻ, ധാരാളം. അത് ഖസീർ, ഖാഫ് സ്വാദ്, ഇത് കാഫ്, വാവ് കസീർ. മറ്റ് ഖസ്റാക്കുക, ചുരുക്കുക, അത് ഖാഫും സ്വാദുമാണ്. ഇത് കാഫാണ്, സായാണ്. ഓക്കെ. അപ്പൊ ഈ കൗസർ കൊണ്ട് ഉദ്ദേശം ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി തിരഞ്ഞെടുത്തു. രണ്ട്, അനാഥയായിരുന്നു എങ്കിൽ തന്നെയും ഓരോ ഘട്ടത്തിലും അള്ളാഹു സംരക്ഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു, അല്ലെ? പ്രബോധന മേഖലയിൽ കിട്ടിയ ഒരുപാട് സംരക്ഷണങ്ങൾ, ഇങ്ങനെ ഇതെല്ലാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പരലോകത്ത് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, പരലോകത്ത് മറ്റ് പ്രവാചകരെക്കാൾ കിട്ടുന്ന സ്ഥാനങ്ങൾ, അതിലൊന്നാണ് ഇത് ഹൗദുൽ കൗസർ. ഹൗദുൽ കൗസർ, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചില മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്ന നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന ഒരു നദിയാണ്, അതിനും കൗസർ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയക്കത്തിൽ നിന്ന് ഉണർന്ന് പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ സൂറത്ത് ഓതിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് സ്വർഗത്തിൽ കൗസർ എന്ന ഒരു നദി നൽകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ കൗസർ കൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഹ പരമായി അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും അതിൽ ഉൾപ്പെടും. ഫസല്ലി, ആകയാൽ നീ നമസ്കരിക്കുക. അപ്പൊ ഇത്രയും അനുഗ്രഹങ്ങൾ അള്ളാഹു നിനക്ക് ചെയ്തു തന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ നമസ്കരിക്കണം. ലി റബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി, രക്ഷിതാവിന് വേണ്ടി. വൻഹർ, ബലിയർക്കുകയും ചെയ്യുക. ഇവിടെ ഈ ഫസ്വല്ലി കൊണ്ട് ഉദ്ദേശം ഏത്? ബലിപെരുന്നാളിന്റെ നമസ്കാരമാണെന്ന് ചില മുഫസ്സിറുകൾ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. ബലിപെരുന്നാളിന്റെ നമസ്കാരം നിർവഹിക്കുകയും നീ ബലിയർക്കുകയും ചെയ്യുക എന്ന അർത്ഥവും മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഏത് നമസ്കാരത്തെക്കുറിച്ചും ആകാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ കാലിൽ നീര് വരുമാറ് നിന്ന് നമസ്കരിക്കുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സ്വർഗ്ഗം ഉറപ്പല്ലേ, നിങ്ങൾ തെറ്റുകളൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പം, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പം നമുക്കും അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ വീട്, നമ്മുടെ സമ്പത്ത്, ഇതെല്ലാം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലായി അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്താനും നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതലായി അടുക്കാനും തഹജ്ജുദ്
കുറച്ച് സമയമെങ്കിലും നമ്മളതിൽ ശീലമാക്കിയെടുക്കാനും ഉള്ളത് മുടങ്ങിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയും. കാരണം ഉണരാനുള്ള എല്ലാ സംവിധാനവും നമുക്കുണ്ട്. ഉണരണമെങ്കിൽ അതിനുള്ള സംവിധാനമുണ്ട്, നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. ഏത് ഭക്ഷണമോ മറ്റോ ഇല്ലാത്ത പ്രശ്നമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ക്ഷീണം കൊണ്ട് കൂടുതൽ ഉറങ്ങിപ്പോയേക്കാം, ഉണർന്നു പോകാതിരിക്കാം, അതൊന്നും പ്രശ്നമില്ല. എല്ലാ സൗകര്യം അതന്നെ, അലാറം വെക്ക ഉണരാനുള്ള സൗകര്യം നമുക്കുണ്ട്, എല്ലാത്തിലുള്ള സംവിധാനം നമുക്കുണ്ട്. അപ്പൊ ഇത്രയും അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തു തരുമ്പോൾ കൂടുതലായി അള്ളാഹുവിലേക്ക് അടുക്കാൻ, അതോടൊപ്പം ഫറദ് നമസ്കാരങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താൻ, സുന്നത്തുകൾ നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ, ഓരോ ഫറദ് നമസ്കാരത്തിന് ശേഷവും മുമ്പും പിമ്പുമായി ഓരോന്നിനും ചേർന്നുണ്ടല്ലോ, അത് കൃത്യമായി നിർവഹിക്കാൻ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. വലിയ പ്രാധാന്യമുള്ളതാണ്. ഖൈറുല്ലക മിനദ് ദുനിയ വമാ ഫീഹ, ദുനിയാവിലും അതിലുള്ള എല്ലാത്തിനേക്കാളും നിനക്ക് ഖൈറാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നമസ്കാരത്തെ പറ്റി പഠിപ്പിച്ചതാണ്. രാത്രിയിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിക്കാത്ത നമസ്കാരമാണ് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. അത് ചില പണ്ഡിതാഭിപ്രായങ്ങൾ കാണാം. സ്ഥിരമായി നമസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ, പണ്ഡിതാഭിപ്രായമാണ്, ഹദീസുകൊണ്ട് സ്ഥിരപ്പെട്ടല്ല, സ്ഥിരമായിട്ട് നമസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ ശേഷം നിസ്കരിക്കാമെന്ന പണ്ഡിത അഭിപ്രായമുണ്ട്. ഇനി സ്ഥിരം നമസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് മുടങ്ങിയാലും നമുക്ക് എന്ത് ചെയ്യും, പ്രതിഫലം കിട്ടും എന്നും കൂട്ടത്തിൽ ചേർത്ത് വായിക്കും. അപ്പൊ നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കുകയും ബലികർമ്മത്തിൽ ഏർപ്പെടുകയും ചെയ്യുക. അപ്പൊ ബലികർമ്മത്തിന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. അവിടെ നിന്റെ റബ്ബിന് വേണ്ടി നീ ചെയ്യണം, ബലികർമ്മം ചെയ്യണം, അല്ലെ? ആളുകളെ കാണിക്കാൻ വേണ്ടി വലിയ മൃഗത്തെ വെച്ച് ഞാൻ ഏറ്റവും വലിയ മൃഗത്തെ മേടിച്ച ആളാണ് എന്ന് പറയാൻ വേണ്ടിയല്ല. അല്ലെങ്കിൽ ഞാൻ നല്ലൊരു മൃഗത്തെ ബലി കൊടുത്തു, അതല്ലെങ്കിൽ സമ്പത്ത് പിശുക്കൊന്നും ഇല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടല്ല. അള്ളാഹുവിന് വേണ്ടി, ലി റബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കുക, നിന്റെ റബ്ബിന് വേണ്ടി നീ ബലി ഇറക്കുകയും ചെയ്യുക. ഇവിടെ നഹറ എന്ന പദത്തിന് സദർ എന്നർത്ഥമുണ്ട്, നെഞ്ച് എന്നർത്ഥമുണ്ട്. വലത് കൈ ഇടത് കൈയുമേൽ നെഞ്ചുമേൽ വെക്കുക. അപ്പം നെഞ്ചുമേൽ വെച്ചുകൊണ്ട് നീ നമസ്കരിക്കുക എന്ന അർത്ഥം. ഇബ്നു കസീർ പഠിക്കാൻ നമുക്ക് കാണാം, യദഉ യദഹുൽ യുംന അലാ യദിഹിൽ യുസ്റ അലാ സദരി. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അതിൻ്റെ പറയുമ്പോൾ ഈ ഹദീസ് പറയുന്നത് നമുക്ക് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വലത് കൈ ഇടത് കൈയുടെ മുകളിൽ നെഞ്ചുമേൽ വെച്ചു, അലാ സദരി, നെഞ്ചിന് മുകളിൽ വെച്ചു എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ ഇബ്നു കസീറിൽ ഈ ഹദീസ് എടുത്തു കൊടുത്ത് നമുക്ക് കാണാം. അപ്പം അങ്ങനെയും അതിന് അർത്ഥം ഉണ്ട്, നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നമസ്കരിക്കുക എന്ന്. റസൂലുള്ളാഹിന്റെ സുന്നത്ത് സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്നാണ്. ഞാൻ എങ്ങപ്രകാരം നമസ്കരിച്ചു നിങ്ങൾ കണ്ടോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക. അപ്പം അതിൻ്റെ നേരെ തിരിച്ചർത്ഥം എന്താ? ഞാൻ നമസ്കരിച്ച പോലെ നമസ്കരിച്ചാലേ ഉള്ളൂ എന്ത് പ്രതിഫലം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആമിലത്തുൻ നാസിബ, പണിയെടുത്ത് ക്ഷീണിച്ചവരായിരിക്കും. തസ്ലാനാറൻ ഹാമിയ. പിന്നെ ഇവിടെ 1-ാമത്തെ ആയത്ത് പഠിക്കുമ്പോൾ അൽ കൗസർ, അവിടെ ഹൗദുൽ കൗസർ ഉദ്ദേശിക്കുന്നുണ്ട്. ആ ഹൗദുൽ കൗസർ അതിൻ്റെ പ്രത്യേകത പാലിനേക്കാൾ നിറമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതും നക്ഷത്ര കണക്കിന് സമാനം പാനപാത്രങ്ങളുള്ളതും എടുത്തു കുടിക്കാൻ അതിലേറെ എണ്ണം അത് എത്രയോ ആളുകൾ ഒരുമിച്ച് വന്നാലും തീരാത്തത്ര. അതിൽ കുടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവന് ദാഹമോ വിശപ്പോ അവശേഷിക്കുകയില്ല എന്നൊക്കെ ഹദീസുകളിൽ കാണാം. അവിടെ നാട്ടി അകറ്റപ്പെടുന്ന ഒരു വിഭാഗമാണ് ബിദ്അത്ത് ചെയ്യുന്നവരായ ആളുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഇത് കുടിക്കാനായി വരുമ്പം ഒരു വിഭാഗം ആളുകൾക്ക് മറയിടപ്പെടും. ആ വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അവരെൻ്റെ ഉമ്മത്തല്ലേ എന്ന്. അപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെടുമെന്നാണ് ഇത്, നിന്റെ കാലശേഷം നിന്റെ മതത്തിൽ പുതിയത് കടത്തി കൂട്ടിയവരാണവർ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആട്ടി ഓടിക്കുമെന്നാണ്. സുഹ്കൻ സുഹ്ക ലിമൻ ബദ്ദല ബഅദി, എൻ്റെ കാലശേഷം ഇതിലേക്ക് കടത്തിക്കൂട്ടിയവരെ നിങ്ങൾക്ക് വിദൂരം,
നിങ്ങൾ അകന്നു പോയിക്കൊള്ളുക, നിങ്ങൾക്കിതില്ല എന്ന് ബിദ്അത്ത് ചെയ്ത ആളുകളോട് പറയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാൻ. അപ്പോൾ ആ കൗസർ, ഹൗദുൽ കൗസറിലെ പാനീയം തടയപ്പെടുന്നവരാണ് ബിദ്അത്ത് ചെയ്യുന്നവർ. ഇന്ന ഷാനി അക ഹുവൽ അബ്തർ, നിന്നോട് തീർച്ചയായും നിന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ തന്നെയാകുന്നു വാലറ്റവൻ, അഥവാ ഭാവി ഇല്ലാത്തവൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല രൂപത്തിൽ ആക്ഷേപിച്ചു അല്ലെ. സന്താനം ഇല്ലാത്തവൻ, അല്ലെങ്കിൽ ആൺമക്കൾ മരിച്ചുപോയവൻ എന്നൊക്കെ പറഞ്ഞ് അത് പ്രവാചകന്റെ മരണത്തോടു കൂടി തന്നെ ഈ ദീനൊക്കെ അവസാനിച്ചോളും, ഒരു പിൻഗാമിയൊന്നും ഇല്ലല്ലോ എന്ന നിലയ്ക്ക് അവര് ആക്ഷേപിച്ചിരുന്നു. ഇങ്ങനെ പല പേര്. ബത്തറ എന്ന് പറഞ്ഞാൽ മുറിച്ചു എന്നാണ് അർത്ഥം. അബ്തറിന് അർത്ഥം വാലറ്റവൻ, മക്കളില്ലാത്തവൻ, അതല്ലെങ്കിൽ ആൺമക്കളില്ലാത്തവൻ എന്നൊക്കെ അർത്ഥം. അപ്പൊ മുഹമ്മദിന്റെ മരണത്തോടു കൂടി എല്ലാം അവസാനിച്ചു. ഇനി എന്തില്ല, ആൺമക്കളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അത് ഏറ്റുപിടിച്ച് നടക്കാൻ ഒരാളും ഇല്ല എന്നവർ പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചിരുന്നു. എന്നാൽ അള്ളാഹു പറയുന്നത് നിന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ തന്നെയാണെന്ത് വാലറ്റവൻ, ഭാവി ഇല്ലാത്തവൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആൺമക്കളില്ല, ശരി തന്നെയാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു അല്ലെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു നടപ്പിലാക്കിയ ആദർശം ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു, പ്രവാചക കുടുംബത്തെ പറ്റി ചർച്ച ചെയ്യപ്പെടുന്നു. എന്നാൽ ഈ പറഞ്ഞ ആളുകളോ ആ കാലഘട്ടത്തിൽ വലിയ അറിയപ്പെട്ടവരായിരുന്നു. പക്ഷെ ഇന്ന് ആരെങ്കിലും ഞാൻ അബൂജഹലിന്റെ കുടുംബക്കാരനാണെന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്നുണ്ട്? ഇല്ലല്ലോ. അല്ലെങ്കിൽ അബൂലഹബിന്റെ കുടുംബക്കാരനാണ് എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനിയിപ്പം ആ പരമ്പരയിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവരാരും പറയുന്നില്ല എന്ത്. അപ്പം അവരാണ് യഥാർത്ഥത്തിൽ വാലറ്റ് പോയവൻ. നിന്നോട് വിദ്വേഷം വെച്ച് നടന്നവർ തന്നെയാണ് ഒരു ഭാവി ഇല്ലാത്തവൻ, വാല് മുറിഞ്ഞു പോയവൻ എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അതെക്കാലവും അങ്ങനെ തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്ര കണ്ട് ആക്ഷേപിച്ചാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചർച്ച, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന അള്ളാഹു പ്രവാചകനിലൂടെ നടപ്പിലാക്കിയ ആദർശം അത് ഖിയാമത്ത് വരെ നിലനിൽക്കും. ആക്ഷേപകാരികൾ ഓരോ കാലഘട്ടത്തിലും കടന്നു വരും. അവരൊന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് ആയി പോവുകയും ചെയ്യും. പ്രവാചകനെ എതിരെ ആരൊക്കെ നാവ് ബന്ധിച്ചിട്ടുണ്ടോ, പേരെടുത്തിട്ടുണ്ടോ, അവരൊക്കെ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് എക്കാലഘട്ടത്തിലും തള്ളിവിടപ്പെട്ടിട്ടുണ്ട്. ചരിത്രം പഠിക്കുമ്പോൾ നമുക്കത് കാണാം. ഇക്കാലഘട്ടത്തിലും അത് തന്നെയാണല്ലോ. പ്രവാചകനെതിരെ പേരെടുത്തവർ ഒന്നുമല്ല അവസ്ഥയിൽ കുടുംബം നഷ്ടപ്പെട്ട്, ഭാര്യയെ നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ട്, ഒരു ജീവിതത്തിലെ സമാധാനവും സുഖസൗകര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം രാജ്യം നഷ്ടപ്പെടാം, എല്ലാം നഷ്ടപ്പെടാം. അവർ റസൂലിനെതിരെ ആര് വാളോങ്ങിയോ, അതല്ലെങ്കിൽ കൈയോങ്ങിയോ പേന ചലിപ്പിച്ചോ, അവരൊക്കെ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്കായിത്തീരും. അവിടെ നമ്മൾ വാളെടുക്കേണ്ട ആവശ്യം ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്താണെന്ന് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹനത്തെയും വിട്ടുവീഴ്ചയും നമ്മൾ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ റസൂലിനെ ആരെങ്കിലും ചീത്ത വിളിച്ചാൽ നമ്മൾ 4 ചീത്ത തിരിച്ച് വിളിക്കേണ്ട ആവശ്യം ഇല്ല. അത് അള്ളാഹു ഏറ്റെടുത്താണ്. അത് അള്ളാഹു എന്ത് ചെയ്യും, നടപ്പിലാക്കിക്കൊള്ളും. നമ്മൾ ആ സുന്നത്തുകളെ സ്വീകരിക്കുക, ആ സ്വഭാവം നമ്മൾ സ്വീകരിക്കുക, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകളെ ജീവിപ്പിച്ച് അത് പകർന്നു നൽകുന്നവരായി നമ്മൾ മാറുക. ഈ ആയത്ത്, ഈ സൂറത്ത് വളരെ ചെറിയ സൂറത്താണ്. ചെറിയ സൂറത്തുകളാണെങ്കിലും അർത്ഥവും ആശയവും ഒരുപാട് പഠിക്കാനും ഈ സൂറത്തുകളിലുണ്ട്. നമ്മൾ വിചാരിക്കും ഈ ചെറിയ സൂറത്തുകളല്ലേ, നമുക്കറിയുന്ന സൂറത്തുകളല്ലേ എന്ന്. ഈ പഠിച്ച സൂറത്തുകളെല്ലാം നോക്ക്, ഒരുപാട് ഓരോ പദവും ഒരുപാട് ആശയങ്ങൾ നൽകുന്നതാണ്. തൊട്ട് മുമ്പുള്ള സൂറത്ത് നമ്മൾ പഠിച്ചു അല്ലേ, അതിൽ ഓരോ പദങ്ങളും ഒരുപാട് ആശയങ്ങൾ നൽകുന്നതാണ്. ഈ സൂറത്താണെങ്കിൽ തന്നെയും ആകെ 3 ആയത്തേ ഉള്ളൂ, ഒരു വരിയേ ഉള്ളൂ അല്ലെ ഖുർആനില്. പക്ഷേ ഒരുപാട് ആശയം ഉൾക്കൊള്ളുന്ന സൂറത്തുകളാണ് ഈ ചെറിയ സൂറത്തുകളെല്ലാം. അപ്പം അത് പഠിക്കുക, ആഴത്തിൽ മനസ്സിലാക്കുക, അർത്ഥസഹിതം തന്നെ നമ്മൾ ഓർത്ത് വെക്കുക. ഇന്നയുടെ നിയമം എന്താ?
നൂന് ശബ്ദ് വന്നു മണിക്കണം. അഅ്തൈനാക്കൽ കൗസർ. ഇന്നാ അ ഏതാ മദ്? മദ് മുൻഫസിൽ. മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം ഹംസ തൊട്ടടുത്ത പദത്തിൽ വന്നു. അതേ പദത്തിലല്ല, തൊട്ടടുത്ത പദത്തിൽ. ഇന്നാ എന്നുള്ള ഒരു പദമാണ്. അഅ്തൈനാക എന്ന അടുത്ത പദമാണ്. ഫസല്ലി അവസാനത്തെ അക്ഷരത്തിന്റെ ഹർക്കത്ത് ഏതാ? ഫതഹാണോ കസ്റാണോ ദമ്മാണോ? കൗസർ എന്ന് നമ്മൾ നിർത്തണം. ഫസല്ലി ലിറബ്ബിക വൻഹർ. അതിൽ പ്രത്യേകിച്ച് നിയമമുണ്ടോ? വൻഹ. എന്താ വൻഹ? സാക്കിന നൂൻ ശേഷം ഹ വന്നു. സാക്കിന നൂനെ വെളിവാക്കി ഉച്ചരിക്കണം. അവിടെ വൻഹർ എന്ന് ഉച്ചരിക്കരുത്. നഹറ എന്ന് പറഞ്ഞാൽ ഒഴുകി എന്നാണ്. അല്ലെങ്കിൽ സൂറത്തുൽ ദുഹ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു. ദുഹ പഠിച്ചപ്പോൾ തന്നെയാണോ അതോ ഷറഹ് പഠിച്ചപ്പോഴോ? ഇതേ പദം നമ്മൾ ആവർത്തിച്ച് പഠിച്ചിരുന്നു. അമ്മസായില ഫല തൻ ഹർ. ചോദിച്ചു വരുന്നവനെ ആട്ടി അകറ്റരുത്. അവിടെ തൻ ഹർ ആണ്, ഹായാണ്. ഇവിടെ വൻ ഹർ. അല്ല, അത് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ഇത് അർഹമായതിലേക്കുള്ള നമ്മുടെ സമ്പത്ത് അതെങ്ങനെ ഉണ്ടാക്കി, എങ്ങനെ ചിലവഴിച്ചു, ഇത് രണ്ടും മറുപടി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അർഹമല്ലാത്തതിലേക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആദം സന്തതിക്ക് 4 കാര്യങ്ങൾക്ക് ഉത്തരം നൽകാതെ ഖിയാമത്തിൽ അനങ്ങാൻ പറ്റില്ല എന്നുള്ളത്. അതിൽ 2 കാര്യം. ഒന്ന്, ഏത് രൂപത്തിൽ സമ്പാദിച്ചു, ഏത് രൂപത്തിൽ ചിലവഴിച്ചു. സമ്പാദിക്കുന്നത് മാത്രം ഹലാലായ പോരാ, ചിലവഴിക്കുന്നത് എന്താണ്? ഹലാലായതിലാണ്. അപ്പോൾ അക്കാര്യത്തിൽ പ്രശ്നമില്ല. അപ്പോൾ വൻ ഹർ എന്ന് തന്നെ ഉച്ചരിക്കണം. ഹായാണ്, ഹായല്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അർത്ഥം മാറും. ഇന്ന നൂന് ശബ്ദ് വന്നു മടിക്കണം. ഷാനി അക്ക ഹുവൽ അബ്തർ. അബ്തർ കൽഖൽ. കൂടുതൽ പഠിക്കുക. അടുത്ത സുഹൃത്ത് എടുക്കണോ? വേണ്ടല്ലോ, സമയം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ്റെ ആളുകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ പഠിക്കുക. ഈ ആശയം അർത്ഥസഹിതം ഈ സൂറത്ത് നന്നായി നമ്മൾ മനപ്പാടാക്കുക. പഠിച്ച ആശയങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുക. പരസ്പരം ചർച്ച ചെയ്യുക. ഖുർആനെ ജീവിപ്പിക്കുന്നവരിൽ, ഖുർആനെ ചേർത്ത് പിടിക്കുന്നവരിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.